സൗകര്യം കൊണ്ടുപോകാനും. വേറെ വണ്ടി വാങ്ങിക്കാൻ പോവുക. അപ്പം നമുക്ക് വേറെ വണ്ടി കൊണ്ടുവരും. അന്നേരം ഉണ്ടോ? വേറെ വണ്ടി കൊണ്ടുവരുന്നത് ഇത് മാറി എടുക്കില്ല വണ്ടി. വേറെ വണ്ടി കൊണ്ടുവരത്തില്ല. ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റും പരിപാടിയൊന്നുമല്ല ഗൈസ്. ഇന്നൊരു എന്തുവാ പറ, ഇമോഷണൽ വീഡിയോ ഗൈസ്. നമ്മൾ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. കൊടുക്കാൻ പോവാം. ഇപ്പം എത്ര 4 വർഷം എടുത്തിട്ട് അപ്പോൾ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. പിന്നെ വീട്ടിൽ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനാണ് കൂടുതലും വീട്ടുകാർക്കാണെങ്കിലും കയറാൻ വേണ്ടിയിട്ടും അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഒക്കെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വെച്ചിട്ട് എടുത്ത് പക്ഷേ നമ്മൾ വീട്ടിലുള്ളവർ ഇത് കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൊടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും എല്ലാം കയറാൻ പറ്റുന്ന രീതിയിലൊരു വണ്ടി എടുക്കണം. അതിപ്പോൾ നമ്മൾ കൈയോടെ തന്നെ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കും. എക്സ്ചേഞ്ച് വല്ലതും ചെയ്ത് എന്തെങ്കിലും വേണം. ഇതിപ്പോൾ നമ്മുടെ ആഗ്രഹം ഏകദേശം ഇത് ആയി. ഇപ്പം ആഗ്രഹം കഴിഞ്ഞത് കൊണ്ട് നമ്മൾ ഒരാഗ്രഹത്തിൻ്റെ പോലത്തെ എടുത്തതാണ് ഗൈസ്. പിന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പിന്നെ അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിനക്കൊന്നും പറയാനില്ലേ? കൊടുക്കണമെന്ന് താല്പര്യം കുറവാണ് ഗൈസ്. പക്ഷേ എന്നാലും നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും ഇതും കൊണ്ട് നടക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു ഇതാവണം. നമ്മൾ എന്തായാലും തീരുമാനിച്ചേ കൊടുക്കാൻ ഇതായി. നമ്മളപ്പം കൊടുക്കാൻ പോവാം. നമുക്ക് ആ ഒരു ആഗ്രഹം തോന്നിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരിതുണ്ട്. പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. അപ്പം നമ്മൾ ഇല്ലയോ എന്തേലും പറ. എന്തുവാടാ വിഷമം വല്ലതും? നമുക്ക് ഭയങ്കര ഇതാണ് ഗൈസ്. വീട്ടിലാകെ ഒരു വണ്ടി ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിൽ ഫാമിലി ആൾക്ക് ഇങ്ങനെ കയറാനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഒറ്റയ്ക്ക് ജോലിക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി ഞാൻ എടുത്തത്. പിന്നെ ഇപ്പം നമ്മൾ ഏറെക്കുറെ ആയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചേഞ്ച് ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്ക് വേറെ ഒരെണ്ണം ഉടനെ തന്നെ സെറ്റാക്കണം. വേറെ വണ്ടി ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അവർക്കൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരെണ്ണം സെറ്റാക്കണം. അപ്പോൾ അതേ ഉള്ളൂ. ഇപ്പം ഇതെന്തായാലും നമ്മൾ ബൈ പറയാൻ പോവാം. എന്തായാലും നിനക്കെന്ത് അപ്പം വേറെ വണ്ടി കയറി ചെല്ലുമ്പോൾ വേറെ വണ്ടി ആയിരിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 2 മാസം മുന്നേ ആലോചിച്ചതാണ് കൊടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ. പക്ഷെ തീരുമാനത്തിലെത്തിയില്ല വയസ്സ്. ഇപ്പം എന്തായാലും തീരുമാനത്തിൽ എത്തി. കൊടുക്കണമെന്ന് തന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഗൈസ്. അപ്പം നമുക്കിപ്പോൾ ഇനിയും കുറേ കൂടെ കഴിയുമ്പോഴത്തേനൊക്കെ അതുമല്ല ഇതിൽ കുറേ ലോങ്ങൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ലോങ്ങാണ് പോയിക്കൊണ്ടിരുന്നത് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ കൂടുതലും. അപ്പോഴൊക്കെ ഭയങ്കര നമുക്ക് നടുവിന് പെയിനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും. അപ്പോൾ നമ്മളത് കൂടുതൽ ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഭാവിയിലൊക്കെ നമുക്ക് ഇതാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല. നമുക്കുള്ള സമയത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. എന്തായാലും കൊടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് വെച്ചുകൊണ്ട് കുറേ നാൾ നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വണ്ടി നമ്മൾ ഫസ്റ്റ് ടൈം വണ്ടി ഇങ്ങനെ കൊടുക്കുന്നില്ലേ. നേരത്തെ സീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ സെക്കൻഡ് എടുത്ത് അത് ഇരുന്ന് നമ്മളല്ലാതെ കൊടുക്കുമായിരുന്നു. പക്ഷെ അതുപോലെ ഇതൊരു ഇമോഷണൽ ഡാമേജ് ആണ്. ഇവനൊക്കെ ഭയങ്കര വിഷമമാണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ പുറകിൽ പക്ഷെ ഒന്നും മിണ്ടത്തില്ല ഇപ്പം. നല്ല വിഷമമുണ്ട് ജി. ഇപ്പം ഗൈസ് ചടങ്ങിലേക്ക് ഏർപ്പെടാം. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതായാലും വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു ഗൈസ്. അപ്പോൾ അതാണ്
ഈ വീഡിയോ ന്യൂ ബിഗിനിങ് അങ്ങനെ എന്തില്ല. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയിട്ട് അതേ ഉള്ളൂ. നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി. ശരി, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.